ഹായ്, ഇന്ന് പീറ്റർ മിമി സംവിധാനം ചെയ്ത ഒരു ഈജിപ്ഷ്യൻ അറബിക് കോമഡി ട്രാവൽ മൂവി പരിചയപ്പെടുത്തി തരാം. ഫോർ സീക്കോ. ഇത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കോമഡി ട്രാവൽ മൂവിയാണ്. വളരെ രസകരമായിട്ടുള്ളൊരു സിനിമയാണ്. ഒരു ഫാമിലിയാണ് ഈ സിനിമയുടെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത്. ഫാത്തി, ഇദ്ദേഹം ഒരു ആംബുലൻസ് ഡ്രൈവറാണ്. ആംബുലൻസ് ഡ്രൈവർ എന്ന് വെച്ചാൽ ഈ ഡെഡ് ബോഡീസ് മാത്രം കൊണ്ടുപോകില്ലേ, മോർച്ചറി വാൻ, അങ്ങനെ ഒരു വാനിൻ്റെ ഡ്രൈവറാണ് അദ്ദേഹം. പിന്നെ അയാളുടെ ഭാര്യ സഫ, പിന്നെ ഈ ഫാത്തിയുടെ ഒരു അനിയനുണ്ട് ഇസാം, ലോക ഉഡായിപ്പായിട്ടുള്ളൊരു ചങ്ങായി. പിന്നെ ഇവർക്കൊരു മകനുണ്ട് സക്കറിയ. പിന്നെ ഇയാളുടെ അച്ഛൻ അൾസിമേഴ്സ് ഒക്കെ ബാധിച്ചിട്ടുള്ള അത്യാവശ്യം ഓർമ്മക്കുറവൊക്കെയുള്ള ചെറിയൊരു കോഴി, അതായത് ഓർമ്മ വരുന്ന സമയത്തൊക്കെയുള്ള ഒരു കോഴിയായിരിക്കും. അങ്ങനെ ഒരു ടൈപ്പ് ക്യാരക്ടറാണ്. അതായത് നമ്മൾ ഈ ഫാലിമി സിനിമയിൽ ജഗദീഷിൻ്റെ ഫാമിലി ഒരു ട്രിപ്പ് പോകില്ലേ, ഏതാണ്ട് അതേപോലെ തന്നെ വളരെ വളരെ രസകരമായിട്ടുള്ളൊരു ജേണിയാണ് ഈ സിനിമ. അത്യാവശ്യം നല്ല ദാരിദ്ര്യം പിടിച്ചൊരു ഫാമിലിയാണ് ഇവരുടേത്. അപ്പം ഫാത്തി ഞാൻ പറഞ്ഞല്ലോ, മോർച്ചറി വാൻ്റെ ഡ്രൈവറാണ്. അദ്ദേഹത്തിൻ്റെ ഭാര്യ എന്ന് വെച്ചാൽ ആളുകളിൽ നിന്ന് അങ്ങനെ ഓർഡർ എടുത്തിട്ട് ഫുഡ് ഉണ്ടാക്കി കൊടുക്കും. അതാണ് ഇവരുടെ ജോലി എന്ന് പറയുന്നത്. ഇസാമിന് അങ്ങനെ പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല, വൻ ഉടായി പിടിച്ചൊരു ചെങ്ങായിയാണ്. ഇയാളെ കൊണ്ടുള്ള ആകെ നല്ല കാര്യം എന്ന് പറയുന്നത് ഇയാൾ നന്നായി പാട്ട് പാടും, ഈ നാടൻ പാട്ടും കാര്യങ്ങളൊക്കെ പാടും. പിന്നെ ഇവരുടെ ഉപ്പയ്ക്ക് എന്തായാലും സുഖമില്ലാത്ത ആളാണ്, അയാൾ സ്ഥിരം വീട്ടിൽ തന്നെയാണ്. ഇവരുടെ മോന് ഒരു ദിവസം ഇവനെ അന്വേഷിച്ചിട്ട് കുറച്ച് ആൾക്കാർ വരും. അതായത് ഈജിപ്തിലെ മികച്ച കുട്ടികളെ തിരഞ്ഞെടുക്കുന്ന ഒരു ടാലൻറ്റ് ഷോയിലേക്ക് ഈ ചെക്കന് ഒരു അവസരം കിട്ടും. അപ്പോൾ ഈ ചെക്കനെയും കൊണ്ട് ഇവർക്ക് എന്ത് ചെയ്യണം, ഈജിപ്തിൻ്റെ തലസ്ഥാനമായിട്ടുള്ള കെയ്റോയിലേക്ക് ഒരു ട്രിപ്പ് നടത്തണം. ട്രിപ്പ് പോകാനായിട്ട്, അതായത് ഇവർക്ക് എല്ലാവർക്കും ഒരുമിച്ച് ട്രാവലാണ്, കാരണം അച്ഛനെ വീട്ടിലേക്കിട്ട് പോകാൻ വേണ്ടി പറ്റില്ല, പാരൻസ് എന്തായാലും പോകേണ്ടി വരും. പിന്നെ ചില പ്രത്യേക സാഹചര്യം കൊണ്ട് ഇസാം എന്ന് പറയുന്നത്, അതായത് ഇഫാത്തിയുടെ അനിയൻ ഇസാമിന് ഇവരുടെ കൂടെ പോയേ പറ്റൂ. ഓക്കെ, അത് വളരെ രസകരമായിട്ടൊരു മൂവ്മെൻ്റാണ്. നിങ്ങൾ സിനിമ കാണുമ്പോഴത്തേക്ക് മനസ്സിലാകും. അങ്ങനെ ഇത്രയും ആൾക്കാർ, ഈ 5 ആൾക്കാരും ചേർന്ന് ഈ പരിപാടി നടക്കുന്ന സ്ഥലത്തേക്ക് പോകാൻ വേണ്ടി റെഡിയാകും. അപ്പോൾ പോകാനായിട്ട് ഇവരുടെ പ്രത്യേകിച്ച് പൈസയോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ നമ്മുടെ ഫാത്തി എന്തെന്ന് വെച്ചാൽ ഇയാളുടെ ബോസിൻ്റെ അടുത്ത് പോകും കുറച്ച് പൈസ കടം വാങ്ങാനായിട്ട്. അപ്പോൾ ബോസ് ഇയാൾക്ക് പൈസ കൊടുക്കുന്നില്ല. അവസാനം ഈ മോർച്ചറി വാനിൽ തന്നെ ഇവരെന്ത് ചെയ്യും, വീട്ടിൽ നിന്ന് ഈ പരിപാടി നടക്കുന്ന സ്ഥലത്തേക്ക് ട്രാവൽ ചെയ്യാൻ വേണ്ടി തുടങ്ങും. 2-3 ദിവസത്തെ ട്രിപ്പ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ പോകുന്ന വഴിക്കുണ്ടാകുന്ന വളരെ വളരെ രസകരമായിട്ടുള്ള സംഭവങ്ങളും കുറേ ട്വിസ്റ്റും കാര്യങ്ങളൊക്കെയാണ് സിനിമയുടെ ബേസിക് പ്ലോട്ട് എന്ന് പറയുന്നത്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു പടമാണ്. നമ്മൾ ചിരിച്ച് സൈഡാകും. പക്ഷേ ആകെ 1.5 മണിക്കൂറേ ഉള്ളൂ കേട്ടോ. 1.5 മണിക്കൂറോട് നമ്മൾ ചിരിച്ച് എവിടെല്ലോ എത്തും. അങ്ങനെ വളരെ രസകരമായിട്ടുള്ളൊരു അറബിക് മൂവിയാണ്. നമുക്കറിയാം ബേസിക്കലി അറബിക് മൂവി എന്ന് വെച്ചാൽ അതിൻ്റെ സിംപ്ലിസിറ്റി, ലാളിത്യം ഉള്ള സിനിമകളായിരിക്കും. വളരെ സിമ്പിളായിട്ടാണ് സിനിമ പറഞ്ഞു പോവുക. പക്ഷേ അതിൻ്റെ ഏറ്റവും ടെയിൽ എൻഡിൽ അവർ പറഞ്ഞു വയ്ക്കുന്ന മെസ്സേജ് എന്ന് വെച്ചാൽ കിടിലമായിട്ടുള്ള സാധനമായിരിക്കും. അതായത് ഈ മെസ്സേജ് പറയാൻ വേണ്ടി പറയുന്നത് പോലെയല്ല. നമ്മൾ ഈ അധികം ഇന്ത്യൻ സിനിമയിലോ അല്ലെങ്കിൽ മലയാള സിനിമയിലോ കണ്ടിട്ടില്ല, ഒരു പെർട്ടിക്കുലർ മെസ്സേജ് പറയാൻ വേണ്ടി ഇങ്ങനെ വരും. അപ്പോൾ നമുക്ക് അതിൻ്റെ സ്മെല്ലടിക്കുമ്പോഴേ മനസ്സിലാവും ഇതത് തന്നെയാണ്. പക്ഷേ ഇതങ്ങനെയല്ല, പറഞ്ഞ അവസാനം എൻഡിൽ അവർ ഒരു ബോംബ് പൊട്ടിക്കും. അത് വളരെ രസകരമായിട്ട് കാണുന്ന ആൾക്കാർക്ക് ഉൾക്കൊള്ളാൻ വേണ്ടി പറ്റും. അപ്പോൾ അങ്ങനെ വളരെ സ്വീറ്റ് ആയിട്ടുള്ള ഒരു മൂവിയാണ് ഫോർ സീക്കോ. ഡൗൺലോഡ് ചെയ്ത് കാണുക. നെറ്റ്ഫ്ലിക്സിൽ അവൈലബിൾ ആണെന്ന് തോന്നുന്നു. ഞാൻ ടെലഗ്രാമിലാണ് കണ്ടത്. ഒരു കിടിലം പടം കേട്ടോ. പീറ്റർ മിമിയാണ് ഡയറക്ടർ.